ഒട്ടും പ്രതീക്ഷിക്കാതെ പോകുന്ന ചില യാത്രകളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട യാത്രകളാണത് കേട്ടോ. അങ്ങനെ ഞാൻ പോയിട്ടുള്ള ഒരു യാത്രയിലോട്ടാണ് നിങ്ങളെ ഞാൻ കൂട്ടിയിട്ട് പോണത്. നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കിയിലാണ് കേട്ടോ. പീരുമേട് കഴിഞ്ഞിട്ട് പഴയ പാമ്പനാർ പാലത്തിൻ്റെ അവിടുന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞിട്ട് റൈറ്റിലോട്ട് പോകുമ്പോൾ കാണുന്ന വഴിയാണ് ഇത്. കട്ട ഓഫ് റോഡ് ഡ്രൈവാണ്. അവിടെ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും കൈലാസഗിരി എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കാണാം കേട്ടോ. ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും വഴിയുണ്ടാവും. നമ്മളീ പോണ സ്ഥലം സമുദ്രനിരപ്പിൽ നിന്ന് 4500 അടി ഉയരത്തിലാണെന്നത് കൊണ്ട് തന്നെ നമ്മൾ ലെഫ്റ്റിലോട്ട് ഉള്ള വഴിയാണ് തിരഞ്ഞെടുത്തത്. റൈറ്റിലോട്ടുള്ളത് ഏതോ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ. അവിടുന്ന് അങ്ങ് പോണ വഴിക്കെല്ലാം ശൂലങ്ങൾ കാണാം കേട്ടോ. ശൂലങ്ങളും ഇതുപോലെ മഞ്ഞ കൊടിയും ഉണ്ടായിരുന്നേ. അത് നമ്മൾ വന്നിട്ടുള്ളതൊരു ശിവരാത്രി സമയമായിരുന്നു, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ആ കോടിയൊക്കെ ഉണ്ടായിരുന്നേ. അല്ലെങ്കിൽ ശൂലങ്ങൾ മാത്രമേ ചിലപ്പോൾ കാണാൻ സാധ്യതയുള്ളൂ കേട്ടോ. നല്ല ഓഫ് റോഡാണ്. അവിടെ ഈ ബോർഡ് കാണുന്നില്ലേ, അവിടം വരെ നമുക്ക് വണ്ടി വരത്തുള്ളൂ. പിന്നെ അങ്ങോട്ട് കുത്ത് കയറ്റമാണ് കേട്ടോ. ഏതാണ്ട് 45 ഡിഗ്രിക്ക് മേലെ കയറ്റം ഉണ്ടെന്നാണ് കേട്ടോ തോന്നണത്. എന്തായാലും നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഉച്ച സമയമായിരുന്നത് കൊണ്ട് തന്നെ നല്ല വെയിലും കട്ടച്ചൂടുമായിരുന്നു കേട്ടോ താഴത്ത്. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്കൊരു പ്രോപ്പറായിട്ടുള്ള വഴിയൊന്നുമില്ല. ഈ പാറമേ കൂടി വേണം കയറിയിട്ട് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. ആ വഴി കാണിക്കുന്നത് അവിടെ ഇവിടെ ആയിട്ടേ നമുക്ക് കുറേ ശൂലങ്ങളെല്ലാം കാണാം. അത് നോക്കിയിട്ടാണ് നമ്മൾ മുകളിലോട്ട് പോകേണ്ടത്. ആ ശൂലങ്ങളാണ് കേട്ടോ അങ്ങോട്ടേക്കുള്ള വഴികാട്ടികൾ എന്ന് പറയുന്നത്. വന്നപ്പോൾ നല്ല തെളിഞ്ഞ ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഈ ശൂലങ്ങളൊക്കെ നന്നായിട്ട് കാണാൻ പറ്റണേ. അല്ലാത്ത സമയം ഇവിടെ മുഴുവൻ കോടയായിരിക്കും. ആ സമയം ഇങ്ങനെ ശൂലങ്ങളൊന്നും കാണാൻ പറ്റുമെന്ന് തോന്നണില്ല കേട്ടോ. പിന്നെ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ പുല്ലെല്ലാം കരിഞ്ഞ് നിൽക്കുവാണ്. ഇച്ചിരി മഴക്കാലത്തൊക്കെ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നല്ല പച്ചപ്പും ഹരിതാപയായിട്ട് ഇരിക്കുമായിരിക്കും. പക്ഷേ മഴക്കാലത്ത് ഈ പാറമേ കൂടിയുള്ള കയറ്റം ഇറക്കമൊക്കെ എങ്ങനെ ആവുമെന്ന് അറിയത്തില്ല. അതുകൂടാതെ നമ്മൾ വന്നത് കട്ട് ഓഫ് റോഡാണല്ലോ. ഇപ്പം നല്ല പൊടിയൊക്കെ ആയിരുന്നു. 2 വീലറിനൊക്കെ വരാനായിട്ട് അത്യാവശ്യം ഇച്ചിരി പാടൊക്കെയാണ്. മഴയായാൽ അത് നല്ല പാടായിരിക്കും, തെന്നി പോകുമായിരിക്കും കേട്ടോ. അതൊക്കെ നോക്കിയിട്ട് വേണം ഇവിടെ വരാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിപ്പോൾ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ. വഴിയൊന്നുമില്ല. ഈ ശൂലങ്ങൾ തിരിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുന്ന ആ ഓഫ് റോഡ് എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അതിൻ്റെ സൈഡ് ഭയങ്കര വ്യൂ ആണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ ചാർലി സിനിമയെല്ലാം അവിടെ ഇവിടെ എങ്ങാണ്ടൊക്കെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളതെന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞത്. അതുകൂടാണ്ട് വേറെ ഏതൊക്കെയോ സിനിമയുടെ പേരും എല്ലാം അവർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമ്മളിതാ ഈ കയറ്റം കയറുന്ന വഴിക്ക് ഞാൻ കുറച്ച് നേരെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പൊതുവേ കുറച്ച് മടിച്ചി ആയതുകൊണ്ടും പല സന്ദർഭങ്ങളിൽ ഞാൻ വിചാരിച്ച ഞാൻ ഇവിടെ ഇരിക്കാം, ഇവരൊക്കെ പോയിട്ട് വരട്ടെ എന്ന്. പക്ഷേ എന്തായാലും ഞാൻ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്ത് വെള്ളമെല്ലാം കുടിച്ചിട്ട് വീണ്ടും യാത്ര തുടർന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരിക്കാത്തതായിരിക്കും നല്ലത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നാലേ നമ്മൾ ആ കാറ്റിൻ്റെ സുഖം കൊണ്ടങ്ങ് ഇരുന്ന് പോകും. പിന്നെ നമുക്ക് എണീക്കാനേ തോന്നില്ല. അവിടെ ഇരുന്ന് താഴോട്ട് നോക്കിയപ്പോഴാണ് കേട്ടോ ഒരു ഹെലിപ്പാഡ് കണ്ടത്. അത് കുറച്ചങ്ങ് ദൂരെ ഒരു മലയിലാണ് കാണാവുന്നത്. നമുക്കിവിടെ ഇരുന്നാൽ ശരിക്കും കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ അതെല്ലാം കണ്ട് ഒരു വിധത്തിൽ എഴുന്നേറ്റ് മുകളിലോട്ട് വീണ്ടും നടക്കുവാണ് കേട്ടോ. മുകളിലോട്ട് പോകും തോറും ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ടേ. പക്ഷേ നമ്മൾ ചെന്ന സമയം കോട അധികം ഇല്ലായിരുന്നു. പക്ഷേ മുകളിലോട്ട് പോകും തോറും നല്ല കാറ്റായിരുന്നു കേട്ടോ. കാറ്റുകൊണ്ട് തന്നെ ചൂടൊട്ടും അറിയണുണ്ടായിരുന്നില്ല. ആ വഴിക്കെല്ലാം നമ്മൾ ഓരോ ശൂലത്തിൻ്റെ അടുത്തെത്തുമ്പോഴും നല്ല ആശ്വാസം തോന്നും കേട്ടോ. ഇപ്പം തീരും എന്നോർത്താണ് നമ്മൾ ഈ കയറ്റം കയറിക്കൊണ്ടിരിക്കണേ. പക്ഷേ തീരൂല്ല മക്കളെ, നല്ല കയറ്റമായിരുന്നു. അങ്ങനെ കുറച്ച് നേരത്തെ സാഹസിക യാത്രക്കൊടുവിൽ നമ്മളിതാ അവസാനത്തെ കൊടിയുടെ അടുത്ത് എത്തി കേട്ടോ. ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സന്തോഷമുണ്ട് കേട്ടോ. നമ്മൾ ഇത്രയും കയറ്റം കയറി ഇവിടെ വന്നു കഴിഞ്ഞിട്ടേ അതൊരു ഫീലാണ്. അത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം. ഈ കാണുന്നതാണ് കേട്ടോ കൈലാസഗിരി ഉമാമഹേശ്വര ക്ഷേത്രം. അതായത് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം കൈലാസം. ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കാണുന്നത് ഏലപ്പാറ, കുമളി എല്ലാം ഇവിടെ നിന്ന് 360 വ്യൂ ആണ് കേട്ടോ. 360 ഡിഗ്രി വ്യൂ ആണ്.
അപ്പം അതൊക്കെ ഒന്ന് കണ്ടു തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ഞങ്ങൾ ചെന്നപ്പോഴേക്കും എന്താ കോടയെല്ലാം അവിടുന്ന് വരണേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാം നല്ല ക്ലിയർ വ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പറയാനായിട്ട് ഇതൊരു ചെറിയ ക്ഷേത്രമാണ്, പക്ഷേ ഇവിടുന്ന് നമുക്ക് കിട്ടുന്ന പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് കേട്ടോ. നമ്മുടെ ഈ തിരക്കിൽ നിന്നും ഓട്ടപ്പാച്ചിലിൽ നിന്നും എല്ലാം മാറിയിട്ട് നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആക്കാൻ, അതായത് നമ്മുടെ മൈൻഡ് ഒന്ന് റീചാർജ് ചെയ്യാൻ അതിന് പറ്റിയ ഒരു അടിപൊളി പ്ലേസാണ്. ഓഫ് റോഡ് ഡ്രൈവൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കയറി വന്നിട്ട് ഇനി ഏറ്റവും മുകളിലെത്തി കഴിയുമ്പോൾ ഉണ്ടല്ലോ, താഴോട്ട് നോക്കുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും. അത് അടിപൊളിയാണ് കേട്ടോ. ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ ഓർത്തായിരുന്നു എന്നെക്കൊണ്ട് പറ്റൂല എന്ന്. പക്ഷേ അടിപൊളിയാണ്. കയറി ഇവിടെ എത്തിക്കഴിയുമ്പോൾ സൂപ്പർ ഫീൽ. നമ്മളിപ്പോൾ വന്നിട്ടുള്ളതേ ഉച്ച സമയത്താണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ട്, പക്ഷേ നല്ല കാറ്റുള്ളത് കൊണ്ടിട്ട് നമുക്ക് ചൂടറിയണില്ല. ഇങ്ങോട്ട് വരാനായിട്ട് വഴി കാണിക്കണത് ഈ ശൂലങ്ങൾ ഇത് കണ്ടോ, അങ്ങനെ കാണുന്ന ശൂലങ്ങളാണ് കേട്ടോ നമ്മളെ വഴി കാണിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അല്ലാണ്ട് പ്രോപ്പറായിട്ടൊരു വഴിയൊന്നുമില്ല. അത് നോക്കിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരേണ്ടത്. ഇതിൻ്റെ ഫ്രണ്ട് വശം കാണിച്ചു തരാം. ഇവിടെ നിന്ന് നോക്കുമ്പം കാണുന്നത് നമ്മൾ ഏലപ്പാറ ടൗൺ ആണ് കേട്ടോ. എല്ലാം നമുക്കിങ്ങനെ പൊട്ടുപോലെ കാണാൻ പറ്റും. ഇപ്പം എന്താ കോട വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിത് തിരിച്ചിറങ്ങുമ്പം കോടയാകാനാണ് സാധ്യത. അടിപൊളിയാണ്. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാവേ. കൈലാസഗിരി ഉമാമഹേശ്വര ക്ഷേത്രം. വന്നിട്ടുള്ളത് ഒരു ശിവരാത്രിയുടെ തലേ ദിവസമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ എല്ലാം പൂവെല്ലാം വെച്ച് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാ ദിവസവും പൂജ ഉണ്ടോയെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ശിവരാത്രി പ്രമാണിച്ച് ഇവിടെ എല്ലാം നല്ല രീതിക്ക് അലങ്കരിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയണതേ, ഇവിടെ അർച്ചന നടത്തുന്നത് കോടയാണ് കേട്ടോ. അത് എൻ്റെ പൊന്നോ, എനിക്കറിയാൻ വയ്യ നിങ്ങളിതെങ്ങനെ മനസ്സിലാക്കണമെന്ന്. നിങ്ങളൊന്നും ഇവിടെ വന്നം കേട്ടോ പറ്റുവാണെങ്കിൽ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ അറിഞ്ഞിട്ട് വന്നതൊന്നുമല്ല, ഇങ്ങോട്ടേക്കായിട്ടും വന്നതല്ല കേട്ടോ. പക്ഷേ ഇവിടുന്ന് പോരുമ്പോൾ ഞാനൊന്ന് മനസ്സിൽ കരുതിയിട്ടുണ്ടായിരുന്നു, ഉറപ്പായിട്ടും എനിക്ക് ഒരു തവണയും കൂടി ഇവിടെ വരണമെന്ന്. കാരണം നമുക്ക് ഇപ്പോൾ അധിക സമയമൊന്നും അവിടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ വേറെ സ്ഥലത്ത് പോകണമെന്ന്. പിന്നെ കോട വരണ സമയമായിരുന്നു, ഉച്ച കഴിഞ്ഞ് കോട ആയി വരണുണ്ട്. ഇത് എൻ്റെ പുറകിൽ കാണുന്നില്ലേ. അപ്പോൾ കോട വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ശൂലങ്ങളില്ലേ അത് നമുക്ക് കാണാൻ പറ്റത്തില്ല. അത് കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വഴി കണ്ടുപിടിച്ച് താഴോട്ട് ഇറങ്ങി പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ അധികം നേരം അവിടെ നിന്നില്ല, കുറച്ച് സമയമൊക്കെ അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്ത് നമ്മൾ അവിടെ നിന്ന് പോരുവാണേ.
അങ്ങനെ ഇതാ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ്. കയറിയപ്പോൾ ഞാൻ വിചാരിച്ചത് കയറാനാണ് പാട്, ഇറങ്ങാൻ എളുപ്പമാണെന്നാണ് കേട്ടോ. നമ്മൾ ഈ കയറ്റം ഇറക്കം റോഡിലൊക്കെ അങ്ങനെയല്ലേ, അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ അത്ര കഷ്ടപ്പെട്ട് കയറിയത്. പക്ഷേ ഒന്നുമല്ല, കയറുന്നതിനെക്കാട്ടിലും പാടായിരുന്നു ഇറങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ ഷൂ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഷൂ ഒന്നും ഇട്ടിട്ട് പോയാൽ നല്ല പാടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോൾ എനിക്കാണെങ്കിൽ വിരലൊക്കെ ഭയങ്കര വേദനയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ചെരുപ്പൊക്കെ ഊരി കൈ പിടിച്ചിട്ടാണ് പിന്നെ ഞാൻ ഇറങ്ങിയത്. അപ്പം മഴക്കാലത്തൊക്കെ വന്നാലേ ഇവിടെയൊക്കെ അട്ടയുടെ ശല്യം ഉണ്ടാവും എന്നാണ് തോന്നണത്. എനിക്ക് അറിയത്തില്ല. ഇവിടത്തേക്ക് ഒരു രീതി കണ്ടിട്ട് എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നിയത്. ഇച്ചിരി മഴയൊക്കെ സമയമാകുമ്പോൾ ഇതൊക്കെ നല്ല പച്ച കളറിൽ നല്ല അടിപൊളിയായിട്ടിരിക്കുമായിരിക്കും കേട്ടോ. അപ്പോൾ ആ സമയമൊക്കെ നോക്കി വരുവാണെങ്കിൽ, റോഡ് എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞിട്ട് വരുവാണെങ്കിൽ അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ എന്തായാലും നമ്മൾ വന്നതും കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിരുന്നു. കോടയൊന്നും അധികം ഇല്ലാഞ്ഞുകൊണ്ട് നമുക്കെല്ലാം കറക്റ്റ് വ്യൂ ആയിരുന്നു കേട്ടോ. ഇറങ്ങിക്കഴിഞ്ഞ് മുകളിലോട്ട് നോക്കിയപ്പോൾ നമ്മൾ ചെന്ന അമ്പലം ഒരു പൊട്ട് പോലെ, അമ്പലം കാണാൻ പറ്റില്ല, അതിൻ്റെ ഒരു പൊട്ട് പോലെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നേ. ഇത്ര ഹൈറ്റിൽ നമ്മൾ കയറിപ്പോയോന്ന് അങ്ങോട്ട് അത്ഭുതം തോന്നും കേട്ടോ. അതുപോലത്തെ ഒരു അതുപോലത്തെ ഒക്കെ ഒരു ഭയങ്കര ഫീലായിരുന്നു. എനിക്കിതിൽ കൂടുതലൊന്നും പറയാൻ അറിയാൻ വയ്യ. അപ്പം എല്ലാവരും ഒന്ന് പറ്റുവാണെങ്കിൽ പോകാൻ പറ്റുമെങ്കിൽ പോയി നോക്കണമായിരിക്കും ഉത്തമം. അടിപൊളിയാണ്. ഇതാണ് നമ്മളിതേ അടുത്ത കൊടിയുടെ അടുത്ത് എത്തി കേട്ടോ. ഇനി ഈ കൊടി, ഇനി അവിടെ അടുത്ത കൊടി, പിന്നെ അടുത്തത് അവിടെയാണ് കേട്ടോ. നമ്മൾ അടുത്ത കൊടിയുടെ അടുത്ത് എത്തി. നമുക്ക് അത്രയും അടുത്ത കൊടി കാണുന്നത് ഇത് അവിടെയാണ് കേട്ടോ. നമ്മൾ അങ്ങോട്ടേക്ക് പോകണം. ഇപ്പം നമ്മൾ അടുത്ത കൊടിയുടെ അടുത്ത് എത്തി കേട്ടോ. നമുക്ക് പോകാനുള്ളത് അടുത്ത കൊടി അവിടെയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകാം. ഓരോ കൊടി എടുത്തപ്പോഴല്ലേ ഭയങ്കര സന്തോഷം. നമ്മളിതാ ഇറങ്ങുവാണേ. ഈ വഴി കണ്ടില്ലേ, ഇപ്പോൾ ശിവരാത്രി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വഴിയെല്ലാം അത്യാവശ്യം വൃത്തിയൊക്കെ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഇത് വഴിയാണെന്നൊന്നും തോന്നാൻ സാധ്യതയില്ല. കാടിനകത്തുകൂടി തന്നെ ഫീലാകാനാണ് സാധ്യത. എന്തായാലും മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ വരണം. ചിലപ്പം വണ്ടിയൊക്കെ തെന്നാൻ സാധ്യതയുണ്ട്, തെന്നാനോ ഇങ്ങനെ താന്നു പോകാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ, ടയറൊക്കെ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. എന്തായാലും ഞാനിവിടെ നിന്ന് ഇറങ്ങുമ്പം ഒരു കാര്യം മനസ്സിൽ കുറിച്ചിട്ടിട്ടുണ്ട്, ഞാൻ ഉറപ്പായിട്ടും ഒരിക്കൽ കൂടി ഇവിടെ വരും എന്നുള്ളത് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ. ഓക്കെ, സീ യു. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നുപോയേ. ഇങ്ങോട്ട് വരുമ്പോഴേ നമ്മൾ കുപ്പിയും വെള്ളവും കഴിക്കാൻ അത്യാവശ്യം ഫുഡും എന്തെങ്കിലും കയ്യിൽ കരുതിക്കോണം കേട്ടോ. ഇങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ പച്ച വെള്ളം കിട്ടത്തില്ല. അതൊന്ന് ശ്രദ്ധിച്ചോളണം. നമ്മളതെല്ലാം കരുതിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്.